കേരളത്തിൽ എങ്ങും പ്രശസ്തനായിരുന്ന പല വൈശിഷ്ട്യങ്ങളുമുണ്ടായിരുന്ന ഒരു നാട്ടാനയായിരുന്നു ചെങ്ങല്ലൂരാന എന്നറിയപ്പെട്ടിരുന്ന ചെങ്ങല്ലൂർ രംഗനാഥൻ. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആനയെന്ന് പുകൾപെറ്റ ഗജരാജനാണ് ചെങ്ങല്ലൂർ രംഗനാഥൻ. 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭകാലത്ത് ആനപ്രേമികളെ ആവേശം കൊള്ളിക്കാൻ രംഗനാഥനു കഴിഞ്ഞിരുന്നു. 11.5 അടിയായിരുന്നു പൊക്കം. ഇപ്പോഴും ഈ ഉയരം ചരിത്രമാണ്. സാധാരണ ആനകളുടെ ശരാശരി ഉയരം 10 അടിക്ക് തൊട്ടുമുകളിൽ മാത്രമാണ്. ഭീമാകാരനായിരുന്ന ഈ ആനയുടെ അസ്ഥിപഞ്ജരമാണ് തൃശൂർ മൃഗശാലയിലെ പുരാവസ്തു മ്യൂസിയത്തിൻ്റെ പ്രവേശന ഹാളിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഒരുപാട് ചരിത്രങ്ങളിൽ രംഗനാഥൻ ഇടം നേടിയിട്ടുണ്ട്. തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിലുള്ള ശ്രീരംഗം ക്ഷേത്രത്തിലാണ് രംഗനാഥൻ്റെ ജീവിത ചരിത്രം തുടങ്ങുന്നത്. ക്ഷേത്രത്തിലെ ആനക്കുട്ടിയായിരുന്നു രംഗനാഥൻ. കാവേരി നദിയിൽ നിന്ന് വലിയ അണ്ടാവുകളിൽ നിറച്ച വെള്ളം കോവിലിലെ ആവശ്യങ്ങൾക്കായി അകത്ത് എത്തിച്ചു കൊടുക്കലായിരുന്നു ജോലി. വളരെ വേഗത്തിൽ ഉയരം വെച്ചുകൊണ്ടായിരുന്നു അവൻ വളർന്നു വന്നത്. ഒടുവിൽ ക്ഷേത്രഗോപുരം കടന്ന് അകത്തു കയറാനാകാത്ത വിധം അവൻ വളർന്നു കഴിഞ്ഞപ്പോൾ ക്ഷേത്രാധികാരികൾ അവനെ വിൽപ്പനയ്ക്ക് വെച്ചു. ഇതറിഞ്ഞ ആനക്കമ്പക്കാരനായ തൃശൂർ അന്തിക്കാട്ടുള്ള ചെങ്ങല്ലൂർ നമ്പൂതിരി അവനെ വാങ്ങിക്കൊണ്ടുവന്നു. 1905 നടന്ന ഈ കച്ചവടത്തിൽ ആനയുടെ വില 1500 രൂപയായിരുന്നു. കേരളത്തിലെത്തിയപ്പോൾ കിട്ടിയ പരിചരണങ്ങളുടെ ഫലമായി ആന പൂർണ്ണ ആരോഗ്യവാനും അതികായനുമായി മാറി. പോഷകസമൃദ്ധമായ ഭക്ഷണമാണ് ചെങ്ങല്ലൂർ മനയിൽ നിന്ന് രംഗനാഥനു ലഭിച്ചത്. രംഗനാഥൻ തടിച്ചു കൊഴുത്ത് അഴകുള്ള ആനയായി. ഉയരക്കൂടുതലുണ്ടായിരുന്നതുകൊണ്ട് ഉത്സവങ്ങളിൽ രംഗനാഥനായിരുന്നു തിടമ്പേറ്റിയിരുന്നത്. വലുപ്പത്തേക്കാൾ ഉപരി ഇതിൻ്റെ ശാന്ത സ്വഭാവമായിരുന്നു പലരുടെയും മനസ്സ് കീഴടക്കിയിരുന്നത്. തൃശൂർ പൂരത്തിലെ പ്രസിദ്ധമായ മടത്തിൽ വരവിന് ഈ ആനയെക്കൊണ്ട് വെഞ്ചാമരം വീശിപ്പിക്കാറുണ്ടായിരുന്നു. പൊക്കത്തിൽ മാത്രമല്ല, സ്വഭാവത്തിലും വലിയ ഗുണഗണങ്ങൾ രംഗനാഥനുണ്ടായിരുന്നു. എത്ര പ്രകോപനമുണ്ടായാലും ഒരിക്കലും കുറുമ്പു കാട്ടാത്തവൻ എന്നാണ് രംഗനാഥനെ കുറിച്ചെഴുതിയ ചെങ്ങല്ലൂരാന എന്ന പുസ്തകത്തിലെ പരാമർശം. 1914 ആറാട്ടുപുഴ പൂരത്തിന് ശാസ്താവിൻ്റെ തിടമ്പേറ്റി നിന്നിരുന്ന രംഗനാഥനെ തൊട്ടരികിലുണ്ടായിരുന്ന അകവൂർ ഗോവിന്ദൻ എന്ന ആന കുത്തിവീഴ്ത്തി. അങ്ങനെ വയർ പിളർന്ന് കുടൽമാല പുറത്തു ചാടി. അതോടെ അരങ്ങൊഴിഞ്ഞ രംഗനാഥൻ 1917 കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു. ആ ഇടയ്ക്ക് തൃശ്ശൂർ മ്യൂസിയം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു. ഇതിൻ്റെ ചുമതലയുള്ള സായിപ്പും മേൽപ്പറഞ്ഞ രംഗനാഥനെപ്പറ്റി കേട്ടിരുന്നു. ഇത്രയും ഭീമാകാരത്വമുള്ള ആനയെ ചുമ്മാ കുഴിച്ചിട്ട് കളയാൻ അയാൾ തയ്യാറായില്ല. നമ്പൂതിരിയിൽ നിന്നും അനുവാദം വാങ്ങി സായിപ്പ് ആനയുടെ മൃതദേഹം കൊണ്ടുപോയി ശാസ്ത്രീയമായി ദ്രവിപ്പിച്ചു. പിന്നീട് എല്ലുകൾ കൃത്യമാക്കി എണ്ണിപ്പെറുക്കി വീണ്ടും ഒന്നിപ്പിച്ചു. 1938 മ്യൂസിയം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തപ്പോൾ രംഗനാഥനും അതിലുണ്ടായിരുന്നു. മൺമറഞ്ഞ് നൂറ്റാണ്ടു പിന്നിട്ടിട്ടും രംഗനാഥൻ്റെ ഉയരമുള്ള അസ്ഥിപഞ്ജരം ഇന്നും കാണികൾക്ക് വിസ്മയമായി തൃശൂർ മ്യൂസിയത്തിൽ സ്ഥിതി ചെയ്യുന്നു.